ഫൈനലി നമ്മുടെ വെയിറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അങ്കിൾ ഹൗഡി വരാൻ പോകുന്നു. അങ്കിൾ ഹൗഡി മാത്രമല്ല, വൈറ്റ് സിക്സ് ഫാക്ഷനും എന്തായാലും എല്ലാവരും വരുന്നുണ്ട്. എന്തായാലും കുറച്ചിനെയും പേടിക്കാൻ നമുക്ക് WWE ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഫിലിമിങ്, അതായത് വൈറ്റ് സിക്സ് ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അങ്കിൾ ഹൗഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലിമിങ് ഉണ്ടല്ലോ, ചെറിയ സംഭവങ്ങളൊക്കെ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും അടുത്ത റോ എപ്പിസോഡ് ഇത് ഷോ ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ അങ്കിൾ ഹൗഡിയുടെ ഡെബ്യൂ അല്ലെങ്കിൽ വൈറ്റ് സിക്സ് ഫാക്ഷൻ്റെ ഡെബ്യൂ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ ഈ ഒരു ഫാക്ഷനുള്ള അംഗങ്ങളുടെ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബൊഡാൾസ്, നിക്കി ക്രോസ്, ഡക്സ്റ്റർ ലുമിസ്, ജോഗേസി, എറിക് റോവൻ. സോ ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞൊരു കാര്യമാണ്. എന്തായാലും ഇവരെല്ലാം അടങ്ങിയ ഒരു വൈറ്റ് സിക്സ് ഫാക്ഷൻ, പക്ഷേ ബ്രേവ് വൈറ്റ് മാത്രമില്ല. സോ ബ്രേവ് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇനി വൈറ്റ് സിക്സ് ഫാക്ഷൻ്റെ പേരുള്ളൂ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും കാത്തിരിക്കാം, ഇനിയും കുറച്ച് പേടിക്കാം. ഞാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാഷ് അറ്റ് ദി കാസിലെ ടിക്കറ്റ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ക്ലാഷ് അറ്റ് ദി കാസിലെ USA പുറത്ത് നടക്കുന്ന ഒരു പേപ്പർ വ്യൂ, യൂറോപ്പിൽ നടക്കുന്ന ഒരു പേപ്പർ വ്യൂ, അവിടുത്തെ ടിക്കറ്റ് സെയിൽ എന്ന് പറയുന്നത് 11 മാത്രം. അതായത് 11,000 സംതിങ് ടിക്കറ്റുകൾ മാത്രമാണ് അവർ സെയിൽ ചെയ്തിട്ടുള്ളത്. അതായത് അത്ര അവർ സെയിലിന് വെച്ചുള്ളൂ. എന്തിനാണ് അവർ അത്രയും കുറച്ച് ടിക്കറ്റ് മാത്രം സെയിൽ ചെയ്യാൻ വെച്ചതെന്ന് എനിക്കറിയില്ല. കാരണം ഒന്നാമത് USA വെളിയിലാണ് നിൽക്കുന്നത്. സോ USA പുറത്ത് WWE വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. കാണാൻ കുറേയധികം പേരുണ്ടായിരിക്കും. സോ എന്നിട്ട് പോലും ടിക്കറ്റ് സെയിൽ അവർ ഇത്രയും ചെറുതാക്കി വെച്ച് എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയൊക്കെ അത്ര ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തായാലും 11,000 ടിക്കറ്റേ ഉള്ളൂ. അതിൽ 10,000-ന് മുകളിൽ വിറ്റ് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ടിക്കറ്റ് കൂടെ ബാക്കിയുള്ളൂ. അത് മനഃപൂർവ്വം വിൽക്കാതെ വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് എന്തായാലും അത് എപ്പോഴും WWE പരിപാടിയാണ് കുറച്ച് ടിക്കറ്റ് വിൽക്കാതെ വെക്കുന്നത്. എനിക്കൊന്നും ആ ഒരു സമയത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുറച്ച് ടിക്കറ്റ് ബാക്കിയുണ്ട്, അല്ലെ കുറച്ചേ ഉള്ളൂ, 600 സംതിങ്ങേ ഉള്ളൂ. എന്തായാലും ഇതിൽ ഇന്ത്യയിൽ പേപ്പർ വ്യൂ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെക്കാട്ടി ആൾക്കാർ വരുമല്ലോ ഇന്ത്യയിൽ. എന്താണ് ഇന്ത്യ നടത്തുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ ഒരു 50,000 സീറ്റ് നിങ്ങൾ വെച്ചു, ഒരു ടിക്കറ്റിന് 500 രൂപ അല്ലെങ്കിൽ 100 രൂപ. 500 രൂപ ഒരു മിനിമം ചാർജ് ചെയ്യുന്നുണ്ട്. WWE കുറച്ച് അമേരിക്ക എന്നുള്ള കമ്പനിയാണ്. സോ അത്രയെങ്കിലും വേണം. സോ ഒരു മിനിമം 500. സോ എന്തായാലും ഇവർ കൊടുക്കുന്നതിന് അത്രയും തന്നെ എന്തായാലും വരും. സോ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വെക്കാത്തതെന്ന് അറിയില്ല. നമുക്കൊക്കെ പോയി WWE കാണണമെന്നുണ്ട്. സോ ഇന്ത്യ വന്നാൽ നല്ല അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ നൈറ്റ്മെയർ കോറിയോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അമേരിക്കൻ നൈറ്റ്മെയർ എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. അതായത് ഏഷ്യാനെറ്റ് സീരിയലിലെ നായകനോ നായകനോ എല്ലാം വിളിക്കാം. കാരണം ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ്, അതായത് റസൽമേനിയയ്ക്ക് മുമ്പ് വരെ കരച്ചിലായിരുന്നു തന്നെ ഒരു വലിയ ബേബി ഫേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. ഫൈനലി അത് തീർന്നത്, കുറച്ചെങ്കിലും തീർന്നത് ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാണ്. എന്തായാലും എന്താ പറയുക, ഇപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് കുറച്ച് സന്തോഷമാണ് തോന്നുന്നത്. അതായത് നമ്മുടെ സത്രോണീസ് NXT, നമുക്കറിയാം ഗോൾഡ് റോഡ്സ് ഈ പ്രാവശ്യം NXT വന്നിരുന്നു. എങ്കിൽ ആ ഒരു NXTയുടെ റേറ്റിംഗ് ഉള്ളതിനെക്കാട്ടി താഴോട്ട് പോയി. അതായത് കുറച്ച് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവർ കൊണ്ടുപോയത്, ഉള്ളതിനെക്കാട്ടി റേറ്റിംഗ് താഴോട്ട് പോയി. അതായത് ഇപ്പോൾ സ്റ്റാർട്ട് പറയുകയാണ്, സത്രോണീസ് ഒരു NXT എപ്പിസോഡിൽ പോയിരുന്നു ഇതുപോലെ. അന്ന് അതായത് അതിൻ്റെ പ്രീവിയസ് NXT എപ്പിസോഡിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എത്ര 5,81,000 സംതിങ് ആയിരുന്നു അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. സെത്രോണിക്സ് ചെന്ന സമയത്ത്, അതായത് സെത്രോണിക്സ് വന്ന ആ ഒരു റോ എപ്പിസോഡിലെ റേറ്റിംഗ് എന്ന് പറയുന്നത് 7,73,000 സംതിങ് റേറ്റിംഗ് ആണ്. അതായത് പ്രീവിയസ് എപ്പിസോഡ് റേറ്റിംഗ് കുറവും, സെത്രോണിക്സ് ചെന്നപ്പോൾ നല്ല റേറ്റിംഗും കൂടി. പക്ഷേ ഇപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഗോൾഡ് റോഡ്സ് എന്ന NXT എപ്പിസോഡിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 7,18,000 ആണ്. അതിൻ്റെ പ്രീവിയസ് വീക്കിലെന്ന് പറയുന്നത് 7,68,000 ആണ്. അതായത് കമ്പയർ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ഇതിനെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു. ഗോൾഡ് റോഡ്സ് ചെന്നപ്പോൾ ഒട്ടുമില്ലാത്തൊരവസ്ഥയാണ്. ഒട്ടുമില്ലാത്ത അവസ്ഥയെന്നല്ല, ഉള്ളത് ഇതിന് കുറച്ച് താഴോട്ട് പോയെന്ന് പറയാം. സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലോഗൻ പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തൊരു പിക്ചർ ഇട്ടിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് തന്നെ. എന്തായാലും US ചാമ്പ്യൻഷിപ്പിന് അതൊരു നല്ല പ്രമോഷനാണ്. പക്ഷേ US ചാമ്പ്യൻഷിപ്പൊക്കെ WWE ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയമാണ്. എന്തിനാണ് ഈ ഒരു US ചാമ്പ്യൻഷിപ്പൊക്കെ ഇതുപോലത്തെ ലോഗൻ പോളൊക്കെ നല്ല റെസ്ലറാണ്, അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അദ്ദേഹം ഏത് ഇൻഡസ്ട്രിയിൽ നിന്നാണോ വരുന്നത്, എന്നിട്ട് WWE വന്നിട്ട് അദ്ദേഹം ചെയ്ത പെർഫോമൻസ് ഒരു റെസ്ലർ എന്ന രീതി വേറെ ലെവലാണ്. പക്ഷേ US ചാമ്പ്യൻഷിപ്പൊക്കെ എവിടെ? അതിനൊന്നും കാണാൻ പോലും ഇല്ല, ഒരു രസം പോലും ഇല്ല. അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവറുണ്ട്, അതൊന്നും നമ്മളെ തോന്നിക്കുന്ന പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും ഈ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് WWE അത് പ്രത്യേകിച്ച് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഡൊണാൾഡ് ട്രംപിനെ എല്ലാവരും കൂടെ അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഒഴിപ്പിച്ചതാണ്. ഇനിയിപ്പോൾ അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടി പുള്ളിക്കാരൻ മത്സരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് അമേരിക്ക ജോ ബൈഡൻ വന്നോടെ. എന്തായാലും ഇനിയും ഡൊണാൾഡ് ട്രംപ് കയറുമ്പോൾ അത് ഇല്ലാതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കയറാൻ വേണ്ടി തയ്യാറായിട്ട് ഇരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വീണ്ടും USA ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ച് വിടുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് കയ്യിലിരിപ്പ് അതുപോലെയാണ്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടാല ടോങ്ക WWE. ടാല ടോങ്കയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാരാണെന്ന്. ടാല ടോങ്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പേര് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്നൊരു പേരല്ല, അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അതായത് നമ്മുടെ ഹിക്കീലിയോ, പുള്ളിക്കാരൻ്റെ പുതിയ പേരാണ് ടാല ടോങ്ക. എന്തായാലും അത് പുള്ളിക്കാരൻ്റെ പേരാണെന്ന് തോന്നുന്നു. അതെന്തായാലും WWE ഒരു ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഒരു പേര് WWE ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും ടാല ടോങ്കയുടെ റിട്ടേൺ ഉടനെ ഉണ്ടാകും. പുതിയൊരു ബ്ലഡ് ലൈൻ മെമ്പർ എന്ന് തന്നെ പറയണം. എന്തായാലും റോമൻ റെയ്ൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ബ്ലഡ് ലൈൻ മെമ്പർ ഫുള്ളാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഭഗവാനെ,
എന്തോ ഒരു ഫുട്ബോൾ ടീമൊക്കെ ഉള്ള ബ്ലഡ് ലൈൻ ടീം ആകുമല്ലോ. ജിമ്മിയൂസോ, ജെയൂസോ, സോളാസിക്കോ, ടൊളാട്ടൊങ്ക കുറേ ടൊങ്കകളുണ്ട്. അങ്ങനെ എല്ലാ ടൊങ്കയും കൂടെ ചേരുമ്പോഴത്തേനും ഒരു ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഒരു 10-11 പേരാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും വരാൻ കിടക്കുന്നു കുറേ എണ്ണം. സോ എവിടേക്ക് പോകുമെന്നറിയില്ല.